JNU മുൻ വിദ്യാർത്ഥി ഒമർ ഖാലിദ് ആ ഒരു ഇഷ്യൂ അമേരിക്കൻ പൊളിറ്റീഷ്യൻസും അതേപോലെ ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മമദാനിയും അത് ഇന്റർനാഷണലൈസ് ചെയ്യുകയാണ്. ഇപ്പം ഇന്ത്യയുടെ സുപ്രീം കോടതി കേസ് കിടക്കുന്നതിന് മുമ്പ്, വിധി വരുന്നതിന് മുമ്പ് അമേരിക്കൻ കോൺഗ്രസിലുള്ള 8ഓളം പേര് ഒരു കത്തെഴുതുന്നു. അത് ഇന്ത്യക്ക് ഡയറക്റ്റ് അല്ല കൊടുത്തത്, അമേരിക്കയുടെ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവിനാണ് ഈ കത്ത് കൈമാറുന്നത്. എന്നിട്ട് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് സൊഹ്റാൻ മമദാനി പറയുന്ന അയാൾ കുറ്റം ചെയ്തിട്ടില്ല, അയാൾക്കെതിരെയുള്ള കേസുകൾ മുഴുവനും ബേസ്ലെസ് ആണ്. മനസ്സിലാക്കുക, നേരത്തെ ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ ലോകത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ ഒമർ ഖാലിദിന്റെ ഇഷ്യൂ 5 വർഷം തിഹാർ ജയിലിൽ കിടക്കുന്നതും സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ടും ഇതിനൊത്തിരി പ്രാധാന്യമുണ്ട്. അതായത് ഇന്ത്യക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു വാണിംഗ് തന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു. അതാണ് അമേരിക്കൻ ഡെമോക്രാറ്റ്സിലെ 8ഓളം സെനറ്റ് മെമ്പർ എഴുതിയ കത്തും ഡെമോക്രാറ്റ്സിന്റെ പാർട്ടി മെമ്പറും പാർട്ടിയുടെ ലീഡറും ഇന്ത്യൻ വംശജനും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂയോർക്കിന്റെ യങ്സ്റ്റർ ആയിട്ടുള്ള പുതിയ നേതാവും. ഇത് പറയുമ്പോൾ ഇത് സിമ്പിളായിട്ട് തള്ളിക്കളയരുത്. ചിലപ്പോൾ ഉമർ ഖാലിദിന്റെ ട്രയൽസ് കഴിഞ്ഞ് അയാൾ ജയിലിനകത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അയാൾക്ക് നോബൽ പ്രൈസ് കൊടുത്തു. കാരണം CAA NRCI ഇഷ്യൂ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അയാൾക്കെതിരെ ഉന്നയിച്ച കേസുകളൊന്നും ഇന്ത്യ പറയുന്ന ചാർജസ് ഒന്നും അമേരിക്ക പരിഗണിച്ചിട്ടില്ല, എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് പറയുന്നത്. ഇത് ജസ്റ്റ് അമേരിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇഷ്യൂ. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് ഗ്ലോബലായിട്ട് അങ്ങ് മാറും. ഗ്ലോബലായിട്ടുള്ള മുസ്ലിം വേൾഡ്, അറേബ്യൻ ഇസ്ലാമിക രാജ്യങ്ങൾ, ഇതെല്ലാം ഇത് ഗ്ലോബലായിട്ട് യുണൈറ്റഡ് നേഷനിലും മറ്റുള്ള പ്ലാറ്റ്ഫോമിലും മറ്റുള്ള ഇന്റർനാഷണൽ ഫോറങ്ങളിലും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ വേട്ടയാടുന്നു. അതിനൊരു നേതാവിനെ കാണുകയാണ് ഒമർ ഖാലിദ്, ചെറുപ്പക്കാരൻ, JNU സ്കോളർ. അതിന് പ്രാധാന്യമുണ്ട്. ഒരു ജാർഖണ്ഡ് സ്വദേശിയായ ഒരു മുസ്ലിം വിശ്വാസി ഇവിടെ NRC അതേപോലെ CAA ആ പ്രക്ഷോഭകാലത്ത് എന്തിനു വേണ്ടിയാണ് പ്രക്ഷോഭം നടത്തിയത്, ഈ സെഡേഷൻ ചാർജ്, രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന ഏത് രീതിയിലാണ് നിലനിൽക്കുന്നത്, അതിനൊത്തിരി വാല്യൂസ് ഉണ്ട്. ഈ പറയുന്ന പോലെ സിമ്പിളൊന്നുമല്ല. ഒരു ഇൻഡിവിജ്വലുമായിട്ടും ഒരു കേസും ഒക്കെ ഒരു രാജ്യത്തിന് അകത്ത് നമ്മൾ പറയുന്നു അക്യൂസ്ഡ്, അതായത് ഇന്ത്യൻ കോടതികൾ അക്യൂസ്ഡ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിലാണ് ജാമ്യം കൊടുക്കാതിരിക്കുന്നത്, ട്രയൽ നടക്കുന്നു. അപ്പം ഇതിന് പ്രാധാന്യമുണ്ട്. ഇത് സിമ്പിളായിട്ട് തള്ളിക്കളയൊന്നും വേണ്ട. ഉമർ ഖാലിദിനെ ഇന്ത്യയിൽ നിന്നൊരു മുസ്ലിം ലീഡറായിട്ട്, മനുഷ്യാവകാശത്തിൻ്റെ ലീഡറായിട്ട് കൊണ്ടുവരിക, അത് തന്നെയാണ് ഉദ്ദേശം. അതിന് ഗ്ലോബൽ പിക്ചർ കൊടുക്കുക. അപ്പോൾ അതേസമയം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഉമർ ഖാലിദിന് ജയിലിനകത്ത് കിടക്കുകയും അയാൾക്ക് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഇന്ത്യയുടെ ജയിലിനകത്ത് വെക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും അത്ര നല്ലതല്ല. ആ ലെവലിലോട്ടാണ് ഈ ഗെയിം പോകുന്നത്. കാരണം ഒരു ഗ്ലോബൽ ഫേസ് ആക്കി ഒമർ ഖാലിദിനെ മാറ്റുന്നത്. അല്ലെങ്കിൽ 8ഓളം അമേരിക്കൻ കോൺഗ്രസ് മെമ്പേഴ്സും ന്യൂയോർക്ക് മേയറും തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ മീഡിയ പറയുന്ന പോലെ സിമ്പിളൊന്നും അല്ല ഇത്. വളരെ വെൽ പ്ലാൻഡ്, വെൽ ഗെയിമാണിത് ഇയാളെ പൊക്കിക്കൊണ്ടുവരിക. വെനസ്വേലയുടെ ആ സ്ത്രീക്ക്, പ്രതിപക്ഷ നേതാവിന് അവർ കടന്നു, അവർക്ക് നോബൽ പ്രൈസ് കൊടുത്ത് എവിടൊക്കെയാണ് ഇതേപോലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക്
നോബൽ പ്രൈസ് കൊടുത്തിട്ടുള്ള, ഇൻക്ലൂഡിങ് ഇറാൻ. കഴിഞ്ഞ പ്രാവശ്യം നോബൽ പ്രൈസ് കൊടുത്ത് ഇറാനിൽ ജയിലിൽ കിടക്കുന്ന ആ സ്ത്രീക്ക് വേണ്ടിയാണ് കൊടുത്തത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. ഇവിടെ പറയുന്ന മാനുഷികമായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ NRC CAA മുഴുവൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇതിന് ഇന്റർനാഷണൽ പ്രാധാന്യമുണ്ട്, ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട്. മുസ്ലിം വേൾഡ് മുഴുവൻ ഇന്ത്യക്കെതിരെ ആക്കാനുള്ള പരിപാടിയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ആ ഗെയിം പ്ലാൻ മറക്കരുത്. ഇത് സിമ്പിളൊന്നും അല്ല, കാരണം ഞാനിത് ഗവൺമെന്റിനോട് അഡ്വൈസ് ഒന്നും അല്ല. പക്ഷെ ഞാനിത് കൃത്യമായിട്ട് അറിഞ്ഞു, ഇയാളെ ഈ ഒമർ ഖാലിദിനെ ഒരു ഗ്ലോബൽ ഫേസ് ആയിട്ട് കൊണ്ടുവരികയാണ്. അതിൻ്റെ സംഭവങ്ങൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരാനുള്ള 6-7 മാസത്തിനുള്ളിൽ ഒമർ ഖാലിദിന്റെ കാര്യം അയാളെ ഗ്ലോബൽ ഫേസിലോട്ട് കൊണ്ടുവരിക. അയാളാണ് ഇന്ത്യയുടെ പുതിയ മുസ്ലിം ലീഡറിന്റെ ഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അന്ന് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ആർക്കും ഫേസുകളില്ല. പഴയ എല്ലാം ഏജ്ഡായി. മറ്റു പലരും പൊളിറ്റിക്സിനകത്ത് വലിയ പ്രാധാന്യമുള്ള റോളുകളൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ പൊളിറ്റിക്കൽ പാർട്ടി, ഈ രീതിയിലാണ് പോകുന്നത്. അതെല്ലാം മാറ്റിയിട്ട് ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന, ജയിലിൽ കിടക്കുന്നു. എന്തിനു വേണ്ടിയാണ് ജയിലിൽ കിടക്കുന്നത്? ഇതെല്ലാം ഇതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. നറേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ 3 മടങ്ങ് മുമ്പിലായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഈ സംഭവം. അതാണ് ഈ ഓരോ പിച്ചുകൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, വരാൻ പോകുന്ന 6 മാസത്തിനുള്ളിൽ ഒമർ ഖാലിദിന് കിട്ടാൻ പോകുന്ന ഒരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ്, അതായത് ഗ്ലോബലായിട്ടുള്ള പല ഫോറങ്ങളിലും പ്ലാറ്റ്ഫോമിലും ഒമർ ഖാലിദിന്റെ പേര് കയറി വരും. ഒമർ ഖാലിദിന് വേണ്ടി ഇന്ത്യക്കകത്ത് ജയിലിൽ കിടക്കുന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ ഡെലിഗേഷനോ പോകുമ്പോൾ അവിടൊക്കെ റാലികൾ നടക്കും, അവിടൊക്കെ റെസിസ്റ്റൻസ് മൂവ്മെന്റ് നടക്കും, ഗ്ലോബലായിട്ട് സംഭവം നടക്കും. കാരണം ഗ്ലോബലായിട്ട് കൊണ്ടുവരികയാണ്. അതായത് മോദിക്കെതിരെ പിച്ച് ചെയ്യുന്ന ഒരു മുസ്ലിം ലീഡറായിട്ട് ഒമർ ഖാലിദിനെ കൊണ്ടുവരും. ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഗ്ലോബൽ മീഡിയ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മീഡിയ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ അതവർക്ക് ആ പിച്ച് മനസ്സിലാകാഞ്ഞിട്ട് എങ്ങോട്ടാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് യൂറോപ്യൻ യൂണിയനിൽ ഇഷ്യൂ കയറി വരും. അതേപോലെ തന്നെ അമേരിക്കയിലെ മറ്റുള്ള അംഗങ്ങൾ, ഡെമോക്രാറ്റ്സും പോലെ, അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻസ് പറയും. മറ്റുള്ള ഫോറങ്ങൾ, ഗൾഫ് ഫോറങ്ങൾ, GCC രാജ്യങ്ങൾ, ഇവരെല്ലാം ഇത് സ്ഥിരമായിട്ട് പറയും. അതായത് ഇന്ത്യൻ പ്രതിനിധിയെ കണ്ടിട്ട് അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടി പറയും. ഇത് പറയുമ്പോഴാണ് ഇതിന് വീണ്ടും ഒരു ഗ്ലോബൽ പിച്ചുണ്ടായിട്ട് മറ്റു പല അവാർഡുകളും അതും ഇതും ഒക്കെ അങ്ങ് ഡിക്ലെയർ ചെയ്യും. അപ്പോഴത്തേക്ക് ഗ്ലോബൽ ഫേസ് ആയിട്ട് അങ്ങ് മാറും. അതായത് ഇന്ത്യൻ കോടതി തടവിന് ശിക്ഷിച്ചാൽ പോലും വലിയ സംഭവമായിട്ട് ഇതിനെ അങ്ങ് പിച്ച് ചെയ്യും. പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയെ ഗ്ലോബലായിട്ട്, ഇന്ത്യയുടെ ജനാധിപത്യം, ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റവും നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് ഇതെല്ലാം ചുമ്മാതാണ്. അതിനിട്ടാണ് അടി കൊടുക്കുന്നത്. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ശരിയല്ല, നമ്മുടെ ഏജൻസികൾ ശരിയല്ല, കൊണ്ടുവന്ന തെളിവുകൾ ശരിയല്ല, ഇതെല്ലാം ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് പടിയായിട്ട് കയറി അങ്ങോട്ട് വരും. അതിൻ്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പറയുന്നത്, ചെറിയ ഗെയിം അല്ലേ കളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള പല ഫോറങ്ങളിൽ, മറ്റുള്ള പല ഫോറങ്ങൾ വെച്ച് ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന പല ലീഡേഴ്സ് ഉണ്ട്, ഗ്ലോബലായിട്ട് ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഈ ഇഷ്യൂ കയറി അങ്ങ് അലക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് പ്രഷർ കയറി തരും. അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഇവരെല്ലാം പ്രഷർ ഇടും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ പോകുന്നത്, ഈ UK ലേബർ പാർട്ടി, അവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും ഇത് ആവശ്യപ്പെടും ഇന്ത്യയോട്. പിന്നീട് ഫ്രാൻസ്, മറ്റുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഇന്ത്യൻ പ്രതിനിധിയെ, ഡിപ്ലോമാറ്റ്സിനെ വിളിച്ചിട്ട് അയാളെ റിലീസ് ചെയ്യാൻ പറയും. അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് അകത്തിട്ടിരിക്കുന്നത്. നേരെ അങ്ങ് പിച്ച് മാറ്റും. ഇതിൻ്റെ മുസ്ലിംസിനെതിരെയാണ് ഇത് ചെയ്യുന്നത്, ഇസ്ലാമിക വിശ്വാസി ആയതുകൊണ്ടാണ് ചെയ്യുന്നത്.
കാരണം മോഡറേറ്റ് ആയിട്ടുള്ള പയ്യനാണ് ആവശ്യപ്പെട്ടത് ഈ ഒഴിവാക്കലും പരിപാടി. കാരണം SIR എന്ന് പറയുന്നത് ഗ്ലോബൽ ഒരു ടോപ്പിക്കായിട്ട് മാറി, വോട്ട് ഡിലീഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് ഗ്ലോബൽ പ്രസൻസും ഗ്ലോബൽ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന പോലെ ഈ ഡിക്റ്റേറ്റർഷിപ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വലിയ പാടാണ്. ഇന്ത്യൻ ലോയ്ക്കകത്തും ഇന്ത്യൻ ഇതിനകത്തും ഈ പറയുന്ന ഉമർ ഖാലിദ് തെറ്റുകാരനായിരിക്കാം, അതാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ലോയ്ക്കകത്ത്. പക്ഷേ അയാൾ പറഞ്ഞതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടും അത് ഇസ്ലാമിക വിശ്വാസികൾക്കെതിരെയുള്ള മോദി ഗവൺമെൻറ്റിൻ്റെ ഡെലിബറേറ്റ് ആയുള്ള അറ്റംപ്റ്റാണ്. അതേപോലെ ഇന്ത്യയിലുള്ള ഇസ്ലാമിക വിശ്വാസികളെയും ഈ പറയുന്ന ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അവരെടുത്ത് ഹൈലൈറ്റ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഡെലിബറേറ്റ് ആയിട്ട് ടാർണിഷ് ചെയ്യാനുള്ള പരിപാടി. ഇനി കാശ്മീർ കയറി വരും, മറ്റുള്ള ഇഷ്യൂസ് കയറി വരും, ഓരോ ഇഷ്യൂസും കയറി വരും. അതായത് ഇന്ത്യ ഗ്ലോബലായിട്ട് നാണക്കെടുത്താനും നാശപ്പെടുത്താനും അലക്കാനും വേണ്ടി ഇഷ്യൂ കയറി അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ ഒരു രക്ഷയുമില്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഒമർ ഖാലിദിനെ റിലീസ് ചെയ്യും. ഇതാണ് ഉണ്ടാകാൻ പോകും. അതോടുകൂടി ഒമർ ഖാലിദ് ഒരു ഗ്ലോബൽ ഫിഗറായിട്ട് മാറി, അതായത് മുസ്ലിം ഫേസ് ആയിട്ട് മാറി. ഇതാണ് അവർ ഉദ്ദേശിക്കുക. അങ്ങനെ ഒരു ഫേസ് അവർക്ക് വേണം. ആ ഫേസ് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഫേസ് ആകണം. അതുകൊണ്ടാണ് ഡെമോക്രാറ്റ്സ് ആണെങ്കിലും ഈ പറയുന്ന ന്യൂയോർക്ക് മേയർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു, മുസ്ലിം ഫേസ് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഫേസ്, അതുകൊണ്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു. ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ് ഇത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടാക്കിൾ ചെയ്യുന്ന വളരെ സൂക്ഷിച്ച് ടാക്കിൾ ചെയ്തില്ല എങ്കിൽ ഇത് 2, 3, 4 സ്റ്റെപ്പിൽ ഗ്ലോബലായിട്ട് മോദി ഗവൺമെൻറ്റിനും ഇന്ത്യക്കും നാണക്കേടുണ്ടാക്കാവുന്നൊരു സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. യുണൈറ്റഡ് നേഷനിൽ പോലും അത് വളരെ മോശമായിട്ട് ഇന്ത്യക്കെതിരെ പ്രതിപാദിക്കും. അതായത് ഒമർ ഖാലിദിൻ്റെ ഇഷ്യൂ ചെറിയ ഇഷ്യൂ അല്ല, ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ തന്നെയാണ്. ഇത് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്തില്ലെങ്കിൽ നമ്മളിത് നാശത്തിലേക്ക് പോകും. നമ്മുടെ പേര്, ഇന്ത്യയുടെ പേരും മോദിയുടെ പേര്, ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ജുഡീഷ്യറി വളരെ മോശമായിട്ട് ഗ്ലോബലായിട്ട് നമ്മളെ സ്റ്റാമ്പ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കും.